നിഫ്റ്റിയുടെ വെരി ഷോർട്ട് ടേം അപ്ഡേറ്റ് ആണ്. അതായത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇന്നത്തെ ദിവസത്തെ അപ്ഡേറ്റ് ആയിരിക്കും. ഇന്നത്തെ ദിവസമായിരിക്കും ഈ ലെവൽസ് ഹോൾഡ് ചെയ്യുക. ഇത് 15 മിനിറ്റ്സ് ചാർട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ കെയർഫുൾ ആവുക. നോയ്സ് കൂടുതലായിരിക്കും 15 മിനിറ്റ്സ് ചാർട്ടിൽ. പക്ഷേ 15 മിനിറ്റ്സ് ചാർട്ട് എന്തുകൊണ്ടാണ് യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാനൽ ക്ലിയർ ആയിട്ട് കാണുന്നതിന് വേണ്ടിയാണ് ശരിക്കും 15 മിനിറ്റ്സ് ചാർട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് ഇനി നിഫ്റ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സപ്പോർട്ട് ഏതൊക്കെയാണ്. 22,100, 22,050 ഈ രണ്ട് ലെവൽസും നിഫ്റ്റിക്ക് ഒരു സ്ട്രോങ് സപ്പോർട്ട്സ് ആയിട്ട് നിൽക്കാം. 22,100 എന്ന് പറയുന്ന ലെവൽ സപ്പോർട്ടാണ്. അവിടെ നിന്ന് കഴിഞ്ഞ ദിവസവും നിഫ്റ്റി സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം 22,050 ആയിരിക്കും. ഈ ലെവൽ എന്തായാലും ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ആ ലെവലിൽ ഒരു 15 മിനിറ്റ്സിൻ്റെ ക്ലോസ് പോലും എന്തായാലും ആർലി ക്ലോസ് 100% ഇതിന് താഴെ ഉണ്ടാവാൻ പാടില്ല. ആർലി ക്ലോസ് 22,050 താഴെ ഉണ്ടാവാൻ പാടില്ല. ഈ ഒരു സിറ്റുവേഷൻ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ഇവിടെ നിന്നും മോസ്റ്റ് പ്രോബബ്ലി നിഫ്റ്റി അപ് ട്രെൻഡ് എടുക്കാൻ സാധ്യതയുണ്ട്. അതായത് ഈവൻ ഇഫ് ഇറ്റ് ഈസ് കമ്മിങ് അപ് ടു ഹിയർ ഇറ്റ് വിൽ റിക്കവർ ഫ്രം ഹിയർ. അപ്പോഴെന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാനൽ ബ്രേക്ക്ഔട്ട്സ് വരും. അപ്പോൾ ഇവിടെ നിന്ന് ഈ ചാനൽ ബ്രേക്ക്ഔട്ടിനെ നമുക്ക് ശരിക്കും ഒരു റിലയബിൾ ബ്രേക്ക്ഔട്ട് ആവുന്നത് എപ്പോഴാണ്? ചാനൽ ബ്രേക്ക്ഔട്ട് റിലയബിൾ ബ്രേക്ക്ഔട്ട് ആവണം എന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും രണ്ട് കീ സോൺസ് ഉണ്ട് നിഫ്റ്റിക്ക്. നിഫ്റ്റിയുടെ വെരി ഷോർട്ട് ടേം കീ സോൺ എന്ന് പറയുന്നത് 22,169 ആയിരിക്കും. 22,169 അതൊരു കീ റെസിസ്റ്റൻസ് സോൺ ആയിരിക്കും 169. അതേപോലെ അടുത്ത മോസ്റ്റ് അതായത് ഈ രണ്ട് ക്രൂഷ്യൽ ജംഗ്ഷനും അടുത്തടുത്താണ് 22,186. ഈ രണ്ട് ക്രൂഷ്യൽ ജംഗ്ഷർ ഇതിനെ ഹൈ മൊമെൻറ്റം സോൺസ് എന്നാണ് പറയുന്നത്. രണ്ട് സോൺസും അടുത്തടുത്താണ് ഇത്തവണ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വരെ പോയിട്ട് ഇറ്റ് മേ ബി ലൈക്ക് ദിസ്. അപ്പോൾ അവിടെ വരെ വന്നതിന് ശേഷം നിഫ്റ്റിയിൽ ശരിക്കും സ്ട്രെങ്ത് ഉണ്ട് എങ്കിൽ ഇങ്ങനെ ബ്രേക്ക്ഔട്ട് വരും. ഹൈ മൊമെൻറ്റം സോൺസിന് മുകളിലാണ് വലിയ മൂവ്മെൻറ്റ്സ് വരാൻ സാധ്യതയുള്ളൂ. ഈ 186 മുകളിൽ നിഫ്റ്റി സ്ട്രെങ്ത് ഉണ്ടാക്കുവാണ് എങ്കിൽ വി ക്യാൻ മേക്ക് ഷുവർ ദാറ്റ് ആക്ച്വലി നിഫ്റ്റി ഈസ് ഗോയിങ് അപ്പ് ഇൻ ദ കമ്മിങ് ഡേയ്സ്. നെഗറ്റീവ് ട്രെൻഡ്സ് എല്ലാം മാറിയിട്ടുണ്ട്. എന്നിട്ട് ട്രെൻഡ് റിവേഴ്സൽസ് അടുത്ത ഓൾ ടൈം ഹൈ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ഇതാണ് നിഫ്റ്റിയുടെ ഇന്നത്തെ അപ്ഡേറ്റ്.